മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയ ഒരാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും കർത്താവിന്റെ സംരക്ഷണവും സഹായവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 21-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ ഉപേക്ഷിച്ച വഴികളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും അവർ അവിടെ ചെല്ലുമ്പോൾ അവരുടെ പഴയ ജീവിത അധ്വാന മേഖലയായ ആ മീൻപിടുത്തത്തിൽ അവർ പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുകയാണ്. തളർന്നിരിക്കുന്നവരുടെ അരികിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി മുന്നോട്ടുള്ള വഴികൾ പകർന്നു കൊടുത്തിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് വീണ്ടും ഉപേക്ഷിച്ച വഴികളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ അരികിലേക്ക് കർത്താവ് കടന്നു വരുന്ന സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. തകർന്നിരിക്കുന്നവരുടെ അരികിലേക്ക് ദൈവം കടന്നു വരും. തകർന്നവന്റെ അരികിലേക്ക് ആശ്വാസമായിട്ട് ദൈവം കടന്നു വരും. ഇന്ന് ജീവിതത്തിൽ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ജീവിതത്തിന്റെ വഴികളിൽ പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തിയാണോ നീ? നീ തിരിച്ചറിയുക, നിന്റെ ജീവിതത്തിന്റെ അരികിൽ ക്രിസ്തുവുണ്ട്. നീ കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ മതി. എന്റെ കുഞ്ഞെ എന്ന് വിളിച്ച് ഈശോ നിന്റെ അരികിലുണ്ട്. നീ വിശ്വസിച്ചാൽ മതി, നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി. നിന്റെ ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. അവിടുന്ന് നിന്റെ ജീവിതത്തെ തൊടും, നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. അത് നീ മറന്നു പോകരുത്. അതുപോലെ തന്നെ ദൈവത്തെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. ഈശോയെ കൂടാതെ അവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ പരാജയപ്പെട്ടു പോവുകയാണ്. നിന്റെ അധ്വാനങ്ങളില്, നിന്റെ കുടുംബത്തില്, നീ പോകുന്ന വഴികളിൽ നീ ഈശോയെ പിടിക്കണം. കർത്താവിനെ വിളിച്ചുകൊണ്ട് വേണം നീ പോകാനായിട്ട്. കർത്താവില്ലാതെ നീ ഒരു സ്ഥലത്തും പോകരുത്, ഒരു കാര്യവും ചെയ്യരുത്. ചെയ്താൽ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തട്ടെ. ദൈവത്തെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ മറക്കരുത്, തകർന്ന നിന്റെ ജീവിതത്തിന്റെ അരികിൽ ക്രിസ്തുവുണ്ട്. ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളെയും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അസ്വസ്ഥതകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, തകർന്നവന്റെ ജീവിതത്തിന്റെ അരികിലുള്ള ഈശോയെ, തകർന്ന ഈ മക്കളെ തൊഴണമേ, ഇവരെ ആശ്വസിപ്പിക്കണമേ, ഇവരുടെ കണ്ണുനീര് തുടച്ചു മാറ്റണമേ, ഇവരുടെ വേദനകളിലേക്ക്, തകർച്ചകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഈ ആഴ്ചയിൽ ഇവരുടെ അധ്വാനങ്ങളിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവർ പോകുന്ന വഴികളിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും, ബന്ധനങ്ങളും, എല്ലാ കെട്ടുകളും, ദുരാത്മശക്തികളുടെ ഉപദ്രവങ്ങളും, നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുമാറട്ടെ, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.